മഴയത്ത് വിശപ്പും കൂടുതലാണ് അല്ലേ? അതെ, അതേപോലെ തന്നെ ഇന്നൊരു മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ആണെങ്കിൽ എന്തെങ്കിലും കഴിക്കാനൊക്കെ ഒരാഗ്രഹം. അപ്പോൾ ഇതാ ചെമ്മീൻ കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. അങ്ങനെ ഒരു ചെമ്മീൻ ബിരിയാണീൻ്റെ റെസിപ്പി കേട്ടോ എന്ന്. എല്ലാവർക്കും ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാറിയാം, പക്ഷെ ഞാനിതൊന്ന് ഉണ്ടാക്കിയപ്പോൾ ഞാനിതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അത്രേ ഉള്ളൂ കേട്ടോ. ആദ്യം തന്നെ ചെമ്മീൻ എടുത്ത് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, തൈര് ഇതെല്ലാം ചേർത്തിട്ട് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് അതിൽ ചെമ്മീനിട്ട് പൊരിച്ചെടുക്കാം. എനിക്ക് പൊരിച്ച ബിരിയാണിയാണ് ദം ബിരിയാണിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം കൂടുതൽ. ആ രീതിയിൽ തന്നെയാണ് ഇവിടെ എപ്പോഴും ഉണ്ടാക്കാറും. പിന്നെ അതേ എണ്ണയിലേക്കാണ് ഉള്ളി, തക്കാളി, ഇഞ്ചി ഇതെല്ലാം ഇട്ടിട്ട് വഴറ്റിയെടുക്കുന്നത്. ഞാനിത് മൂന്നും ഒരേ സമയം ഇട്ടിട്ട് വഴറ്റിയെടുക്കാറാണ്. അതാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സമയം ലാഭിക്കാം. പിന്നെ അതിലേക്ക് ചേർക്കുന്ന പൊടികൾ എന്തൊക്കെയാണെന്ന് വിചാരിച്ചാൽ ഗരം മസാലയും കാശ്മീരി ചില്ലി പൗഡറുള്ളൂ. ബാക്കിയുള്ള മസാലകളെല്ലാം നമ്മൾ ചെമ്മീൻ പൊരിക്കുമ്പോൾ ചേർത്തത് കൊണ്ട് തന്നെ ആ പൊടികൾ ആ മസാലയ്ക്ക് ഇതിലുണ്ടാവും എണ്ണയിൽ. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ മസാലകൾ ചേർക്കുന്നില്ല. പിന്നെ അതിലേക്ക് ചെമ്മീനും മല്ലിച്ചെപ്പും കറിവേപ്പിലയും കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് അതൊന്ന് നമ്മളെ മസാല റെഡി ആയതിനു ശേഷം പിന്നെ അരിൻ്റെ പരിപാടി നോക്കുന്നത്. 2 ഗ്ലാസ് അരി എടുക്കുന്നുള്ളൂ. ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ അതിലത്തെ വെള്ളം ജലാംശം വറ്റാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയും നെയ്യും ഇട്ട് നമ്മുടെ സവാള ഒന്ന് വറുത്തെടുക്കാം. ഇത് ദം ചെയ്യാനുള്ള സവാളയാണ്. സവാള വറുത്തെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഓൾ സ്പൈസസ് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മുടെ അരി ഇട്ടിട്ട് വറുത്തെടുക്കുക. ഈ അരി വറുത്തെടുക്കുമ്പം പിന്നെ അരി പൊട്ടൂല, നല്ല വേവാണ്ടൊക്കെ കിട്ടും എന്ന് പറയും. അതുകൊണ്ടാണ് വറുത്തെടുക്കുന്നത്. അത് വറുത്തെടുത്ത് അതിലേക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ചാൽ നമ്മൾ ബിരിയാണി സെറ്റ്. പിന്നെ നമ്മൾ മസാല ഉണ്ടാക്കിയ അതേ പാത്രത്തിലാണ് ദം ചെയ്യുന്നത്. ആദ്യം മസാല ഇടുക, പിന്നെ അതിൻ്റെ മുകളിൽ റൈസ് ഇടുക, പിന്നെ വറുത്ത് വെച്ച സവാളയും മല്ലിച്ചെപ്പും ഇട്ടിട്ട് ഇങ്ങനെ ഓരോ ലെയർ ആക്കിയിട്ടിടുക. പിന്നെ അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് സിമ്മിലിട്ടിട്ട് നമ്മൾ ബിരിയാണി ദം ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബിരിയാണി കഴിക്കാൻ ഒരു ടേസ്റ്റ്. അതാകുമ്പോൾ ഒരു പാകത്തിനുള്ള ചൂടോടെ നമുക്ക് കഴിക്കാൻ പറ്റും. ഞാൻ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കാറ് ഈ പാത്രത്തിലും ആണ്. അതാകുന്ന സമയത്ത് നമുക്ക് അടി പിടിക്കാണ്ടും കറക്റ്റ് വേവിൽ നമുക്ക് റൈസ് കിട്ടും. എല്ലാവർക്കും ഓരോ കംഫർട്ട് പാത്രങ്ങൾ ഉണ്ടാവും അല്ലേ? അതേപോലെ തന്നെ എൻ്റെ കംഫർട്ട് പാത്രങ്ങളാണിത്. ഇതിലാണ് ഞാൻ എല്ലാ ഡിഷും ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ എനിക്ക് കറക്റ്റ് നല്ല ടേസ്റ്റിൽ കിട്ടാറുണ്ട് കേട്ടോ. എല്ലാവരും പിന്നെ എൻ്റെ ഈ ചെമ്മീൻ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.